സെൽഫി എടുക്കട്ടെ. നിങ്ങൾ ഈ പെണ്ണുങ്ങളെ വിഷയത്തിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിതനാണെന്ന് പറയുന്നത് കേട്ടു, ഉള്ളതാണോ? ഈ വിമൻസ് ഡേ എങ്ങനെ മാർച്ച് 8-ന് വന്നു? അതിനെ കുറിച്ചൊന്ന് വിമൻസ് ഡേ ആദ്യം പ്ലാൻ ചെയ്തത് മാർച്ച് 6-ാം തീയതി ആയിരുന്നു. അങ്ങനെയാണ്. പിന്നെങ്ങനെ അത് മാർച്ച് 8-നായത് ഒന്ന് പറയാൻ പറ്റുമോ? 8-ാം തീയതി ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം എടുത്തത്രയും പെൺകുട്ടികൾക്ക് ഒരുങ്ങി വരാൻ. ശരി. അപ്പൊ വലിയൊരു അറിവ് പകർന്നു തന്നതിന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹലോ, ഇവിടെ ഇടൂ. ഇവിടെ ഇടൂല്ല, എവിടെ നമുക്ക് ഇട്ടാ പോരെ. അമ്മൂസും പ്രകാശനും കൂടെ ഭയങ്കര വഴക്ക്, മുട്ടം വഴക്ക്. അങ്ങനെ നോക്കട്ടെ, ഞാൻ കാര്യമൊന്നുമല്ല കേട്ടോ. അന്നെന്തോ ഇങ്ങനെ എന്നെ ഒരു അർത്ഥം വെച്ചൊരു നോട്ടം. അണ്ണാ 6 മണിയാകുമ്പോ ബേക്കറി പൂട്ടത്തില്ലയോ? അവൾ 6:10 ഇവിടെ വരും. അതെന്തുവാ അവിടുത്തെ ആ ചെറുക്ക കൊണ്ടുവിടുവാന്ന് നമ്മുടെ വീടിന്റെ വാതിക്കല് ബൈക്കില്. ഒരു തെറ്റുമില്ല. അതെന്തിനാ നമ്മുടെ വാതിക്ക കൊണ്ടുവന്ന് വിടുന്നത്? തിരിക്കാൻ സ്ഥലമില്ല. അവർ അമ്മായിയമ്മയും പ്രകാശനും കാണുമെന്നുള്ള അപ്പൊ അതിനകത്തൊരു കള്ളവില്യണ്ണ അതുണ്ടെന്നാ. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പ്രകാശനോട് പറഞ്ഞേടാ, എനിക്ക് ഇതൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അന്ന് എത്ര നേരം എന്ന് പറഞ്ഞോണ്ടാണ് അവള് വരുന്നത് നോക്കി അവൻ തിരിച്ചു പോകുന്നത് നോക്കി ഞാൻ ആ മുള്ളിന്റെ ഇടയിൽ ഇരിക്കുന്നത് ചേച്ചി. എന്റെ ചേച്ചി ഒന്നും വിളിക്കണ്ട, എനിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല. 42 ആവുന്നേ ഉള്ളൂ അല്ലേ അനിയ? അവനങ്ങനെ പലതും പറയും. അടുത്ത ചിങ്ങം പിറന്ന 42 നടപ്പ. അപ്പൊ ചിങ്ങം പിറന്നില്ലെങ്കിലോ 62 ചേച്ചി. പറയും തറവാട്ട് വരെ കത്തിയാണോ? കത്തി. അത് ഇന്നലെ കത്തിയത്. എന്തെങ്കിലും നാശനഷ്ടമുണ്ടോ? ഇജുണ്ടായില്ല അവിടെ? ഞാനുണ്ടായിന് അവിടെ. എന്തേലും നാശനഷ്ടം എന്ന് പറഞ്ഞാൽ അടുക്കള ഭാഗമാണ് കത്തിക്കണേ. എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടോ? ഇല്ല, അടുക്കളന്റെ കുറച്ച് ഭാഗമാണ് കത്തിപ്പോയി എന്നോട്. അടുക്കളുടെ ചായച്ചട്ടില്ലേ, അവിടെ കത്തിനോട്. എന്തേ സംഭവിച്ചപ്പോ? ഞങ്ങളൊക്കെ വന്നല്ലോ. അപ്പൊ കോഴി വാങ്ങാൻ പോയി റഹ്മാനോർക്കം. അപ്പൊ ഓനെ വിളിച്ചപ്പോ എന്തിത് എന്റെ കയ്യെത്തിങ്ങാണ്ട് ഫയർഫോഴ്സിന് കോള് പോയി. അപ്പൊ ജോലി വരുമ്പോ ഓയിക്കൊരു പണിയാണ്ട് ഇതിങ്ങാണ്ട് ഞാനാണ് തീയപ്പ്. നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ പിന്നെ ഓലിപ്പോ സ്ഥിതിക്ക് നീ കോഴി വരുമ്പോ മേലാൽ ഈ പടി ചവിട്ടി എന്റെ കൈ കാര്യം കൊത്തിക്കാളൂ പറഞ്ഞു.